ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് UAE Exchange, World's Trusted Money Transferer. ഫാത്തിമ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ആദായ വിലയുടെ അവസാന വാക്ക്. ജെമിനി ബിൽഡിംഗ് മെറ്റീരിയൽസ്, അബുദാബി. അത്തോളിയിൽ ഉദിച്ചു പൂനിലാവ, ആകെയും പ്രഭ ചൊരിഞ്ഞു പുണ്യജീവായി. മലയാളത്തിൻ മന്ദസ്മിതമാം മർത്യരൂപമായി മഞ്ജിമ തൂവുന്ന മഹാത്മാവാ. സീയച്ചെന്ന ദ്വയാക്ഷരം ശീതളം മനസ്സിലെന്നും അനശ്വരം. പുഞ്ചിരി പൊഴിയുന്ന മുഖദർശനം, ചിന്തയിൽ മുന്തിടും സദ്വീക്ഷണം. മധുരതരം പ്രോജ്വലം നർമ്മഭാഷണം, മറക്കുകില്ല മായുകില്ല മഹാശോഭനം. മർദ്ദിതന്റെ ശബ്ദമായി മഹത്വമാം വചനവർഷമായി. മർദ്ദിതന്റെ ശബ്ദമായി മഹത്വമാം വചനവർഷമായി. കാരുണ്യത്തിൻ കർമ്മരൂപമായി, കർത്തവ്യത്തിൻ കരുത്തിൻ അർത്ഥമായി. അക്ഷരങ്ങൾക്കൊപ്പം നടന്നു തോഴനായി, അറിവു നേടുവാനുണർത്തി ജ്ഞാനിയായി. നേരിനൊരു കാവലാളായി, നാടിനൊരു നായകനായി. നേരിനൊരു കാവലാളായി, നാടിനൊരു നായകനായി. ചന്ദ്രിക ചാർത്തുന്ന സാന്ദ്രമാം തൂവെണ്മയായി, ഹരിതകാന്തിയിൽ തിളങ്ങും ശുഭ്രനക്ഷത്രമായി. മനസ്സിലസ്തമിക്കാത്ത സൂര്യനായി, മനസ്സിലസ്തമിക്കാത്ത സൂര്യനായി. മനസ്സിലസ്തമിക്കാത്ത സൂര്യനായി. ഹരിത തേജസ്സിന്റെ നിത്യസ്മൃതിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നാം ജീവിച്ചു പോകുന്ന ഈ കാലഘട്ടം ആസുരതകളുടെ കാലമാണ് എന്നാണ് നാം പറയുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വാണിജ്യവൽക്കരണം അതുണ്ടാക്കിയ വിപത്തുകൾ നാം അനുഭവിച്ചു പോരുകയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗവും ഇന്ന് നമുക്ക് ഒരു തൊഴിൽ മാർഗമോ ധനസമ്പാദന മാർഗമോ ആണ്. അങ്ങനെയുള്ള കാലത്ത് നാം കാണുന്ന നേതാക്കൾ പലപ്പോഴും നമ്മെ അരോചകരാക്കുന്നു. എന്നാൽ ത്യാഗികളായ നേതാക്കന്മാരുടെ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. പൂർവ്വസൂരികളുടെ ആ കാലഘട്ടത്തിൽ ഒട്ടേറെ മാതൃകകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ട് അവർ തങ്ങൾ പ്രതിനിധീകരിച്ച ജനതയോട്, തങ്ങൾ ജീവിച്ച കാലഘട്ടത്തോട് നീതി പുലർത്തിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം, അക്കൂട്ടത്തിൽ മഹാനായ ഒരു നേതാവിൻ്റെ പേരുണ്ട്, CH മുഹമ്മദ് കോയ. താൻ ജനിച്ചു വളർന്ന ദരിദ്ര ചുറ്റുപാടുകളിൽ നിന്ന് ജീവിതത്തിൻ്റെ എല്ലാ സമസ്യകളെയും നേരിട്ടെറിഞ്ഞ ഒരാൾ പിന്നീട് അധികാര സോപാനങ്ങളിലെത്തിയപ്പോൾ, ഉന്നത സ്ഥാനങ്ങളിലെത്തിയപ്പോൾ അപ്പോഴൊക്കെയും ഒരു ദരിദ്രനായി തന്നെ ജീവിക്കുകയും ഒപ്പം മനസ്സ് സമ്പന്നമാക്കുകയും ചെയ്ത മഹാനായ നേതാവ്. ആ നേതാവിൻ്റെ ജീവിതം കാലഘട്ടങ്ങൾക്ക്, തലമുറകൾക്ക് അനുഭവ പാഠമാണ്, മാതൃകയാണ്. ആ ജീവിതത്തിൻ്റെ നാൾവഴികളിലൂടെ
ഒരു ക്ഷണയാത്ര. CH വിശേഷണങ്ങളിൽ ഒതുങ്ങാത്ത മാസ്മരിക വ്യക്തിത്വം. കാലം നിറഞ്ഞ കൗതുകത്തോടെയും സംതൃപ്തിയോടെയും നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരിക്കൽ മാത്രം വിടർത്തിത്തരുന്ന വിസ്മയ കാഴ്ച. പൊലിഞ്ഞുപോയിട്ട് 24 സംവത്സരങ്ങൾ കൊഴിഞ്ഞുപോയെങ്കിലും ഇന്നും മലയാണ്മയുടെ ഹൃദയത്തിൽ അണഞ്ഞുപോകാത്ത പ്രകാശഗോപുരം അഥവാ വെളിച്ചത്തിന്റെ പകലവൻ. അക്ഷരനക്ഷത്രങ്ങൾ ചേർന്നുണ്ടായ ഒരു സൂര്യഗോളം അവഗണനയുടെയും അടിമത്വത്തിന്റെയും അടിച്ചമർത്തലിന്റെയും അത്യഗാധതയിൽ ആപതിച്ചു കിടന്ന അധസ്ഥിതരെയും ആലംബഹീനരെയും ആശയറ്റവരെയും മാനവകുലത്തിന്റെ മുഖ്യധാരയിലേക്ക് ആനയിച്ചുയർത്തിയ വീരാളിയായ പോരാളി. കേരളത്തിന്റെ പ്രിയങ്കരനും പ്രഗത്ഭനുമായ മുഖ്യമന്ത്രി അവർകളെ, കേരള ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ഗവർണർ ശ്രീ രാമചന്ദ്രൻ അവർകളെ, കേരളത്തിൽ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യവസായ സ്ഥാപനമായ കെൽട്രോണിന്റെ ഭാരവാഹികളെ, സഹോദരികളെ, സഹോദരന്മാരെ, CH മുഹമ്മദ് കോയയില്ലാത്ത കേരള ചരിത്രമില്ല. ചരിത്രത്തിന് ഒരടി മുന്നേ നടന്ന് സ്വന്തം ജീവിതം തന്നെ ചരിത്രമാക്കിയ, മഹത്വത്തിന്റെ സർവ്വചിഹ്നങ്ങളും സ്വായത്തമാക്കിയ മറ്റൊരാളെ കേരളത്തിന് തൊട്ടു കാണിക്കാനാവില്ല. CHന് ഏറ്റവും ആവശ്യമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്ന് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ ചെന്നുപെട്ടിരിക്കുന്നത്. പാർലമെന്റിൽ, നീതിന്യായ നടത്തിപ്പുകാരുടെ ഉന്നത പീഠങ്ങളിൽ, ജനപഥത്തിൽ, വേട്ടയാടപ്പെടുന്ന ഇരകളുടെ വേപഥകളിൽ, കാർന്നു തിന്നുന്ന സംസ്കാരച്യുതിയുടെ മരണതാണ്ഡവത്തിൽ CHനെ കാത്തിരിക്കുന്നു ജനലക്ഷങ്ങൾ. എവിടെയാണ് CH? ദൈവനീതിയല്ലാതെ മറ്റൊന്നിനെയും ഭയക്കാത്ത ശരീരവും ശാരീരവും എവിടെ? ഇല്ല. ഈ ജനതയ്ക്ക് ഇനിയൊരു CH അപ്രാപ്യവും വിദൂര സ്വപ്നവുമാണ്. എന്നാൽ അദ്ദേഹം കാണിച്ചു തന്ന പോരാട്ടത്തിന്റെ മുൾവഴികൾ, ഉന്നത സംസ്കാരത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പൂവഴികൾ നമുക്ക് മുന്നിലുണ്ട്. ആ വഴികൾക്ക് ചുറ്റും പടർന്ന് പരിലസിക്കുന്ന തണൽമരങ്ങളുമുണ്ട്. കേരള മുസ്ലിങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഒരിക്കലും മറക്കാനാവാത്ത സുവർണ അക്ഷരങ്ങളാണ് CH. അമരമായ സ്മരണകളിൽ ജ്വലിച്ചു നിൽക്കുന്ന അപൂർവ വ്യക്തിത്വത്തിന്റെ ഓർമ്മകളിലൂടെ, അതിന്റെ ചരിത്ര വഴികളിലൂടെ, ദിവ്യവും ധന്യവുമായ ആ ജീവിതബന്ധാവിലൂടെ ഒരു യാത്ര. ഹരിത തേജസ്സിന്റെ നിത്യസ്മൃതി. ഇതിഹാസ സാഹിത്യാചാര്യൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശേഷണത്തോടെയാവാം ഈ യാത്ര. ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും സുഹൃത്തായിരുന്നു. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും അദ്ദേഹം ഒരുപോലെ സഹായിയായിരുന്നു. ഇത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. 30-40 കൊല്ലത്തെ സ്നേഹബന്ധം അദ്ദേഹവുമായി എനിക്കുണ്ട്. അദ്ദേഹം വിശ്രമമില്ലാതെ സുന്ദരമായ ഒരു കൊടുങ്കാറ്റായി ജീവിച്ചു. ആ കൊടുങ്കാറ്റ് എന്നേക്കുമായി നിലച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിന് കരുണാമയനായ ദൈവം നിത്യശാന്തി നൽകട്ടെ. കോഴിക്കോട് നഗരത്തിൽ നിന്നും 20 കിലോമീറ്ററോളം വടക്ക് കിടക്കുന്ന, അനന്യ സൗന്ദര്യത്തിന്റെ മുക്തഭാവം അണിഞ്ഞു കിടക്കുന്ന ആത്തോളി ഗ്രാമത്തിൽ 1928 ജൂലൈ 15 CH പിറന്നു. 60-70 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ജനാബ് CH മുഹമ്മദ് കോയ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വരുന്ന ആ കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്തെ മാപ്പിള സമുദായത്തിൻ്റെ സാമൂഹിക, വിദ്യാഭ്യാസ,
രാഷ്ട്രീയ നിലവാരം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. അതിന് ഒരു പ്രധാന കാരണം 1921 അവസാനിച്ച മാപ്പിള ലഹളയുടെ ഒരു പശ്ചാത്തലമാണ്. ഈ ലഹളകളെ തുടർന്ന് മലബാറിലെ മാപ്പിള സമുദായം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി. അതിൻ്റെ ഒരു പരിണിതി എന്താണെന്ന് വെച്ചാൽ മാപ്പിളമാരുടെ സർവനാശമായിരുന്നു. വിദ്യാഭ്യാസം, സാമൂഹികം, കൃഷി, കച്ചവടം, വ്യവസായം, ഇങ്ങനെയുള്ള നാനാ തുറകളിൽ നിന്നും മുസ്ലിം സമുദായം നിലംപരിശായ ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അവരുടെ സാന്നിധ്യം 0 തുല്യമായിരുന്നു. 1935 മദ്രാസ് സർവകലാശാല മാപ്പിള വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഒരു സർവേയിൽ പറയുന്നത് അന്ന് 2000 കുട്ടികൾ മാത്രമേ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട 2000 കുട്ടികൾ മാത്രമേ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ഇവിടെ ചാവക്കാട് മുതൽ മഞ്ചേശ്വരം വരെ നീണ്ടു കിടക്കുന്ന അത്ര വിശാലമായ ഈ മലബാർ പ്രദേശത്ത് ആകെ സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടികൾ 2000, അതിൽ 16 പെൺകുട്ടികൾ. കലാ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്താണെങ്കിൽ അപഹാസ്യമായ ഒരവസ്ഥയായിരുന്നു. പറയത്തക്ക ഒരു എഴുത്തുകാർ ഉണ്ടായിരുന്നില്ല, പറയത്തക്ക ഒരു പ്രസിദ്ധീകരണം മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല. സാംസ്കാരിക രംഗത്താണെങ്കിൽ വളരെ ഏറെ പുറകിലായിരുന്നു. ഇപ്പോൾ മഹാകവി കുമാരനാശാൻ എഴുതി, മാപ്പിള എന്ന പേർ കേട്ടാലും കഴിക്കുന്നു വേപ്പിലയേക്കാൾ ചെവിക്ക് കഷ്ടം. അങ്ങനെയുള്ളൊരു സാമൂഹിക സാംസ്കാരിക അവസ്ഥയിലാണ് ആ 1930കളിലെ 40കളിലെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ. ഈ ഒരവസ്ഥയിലാണ് ജനാബ് CH മുഹമ്മദ് കോയ സാഹിബ് ജനിച്ചു വീഴുന്നത്. പണ്ഡിതനും മതഭക്തനുമായിരുന്ന പുയ്യമ്പുനത്തിൽ ആലി മുസലിയാരുടെയും മറിയം ഹജ്ജുമയുടെയും സീമന്തപുത്രൻ. 74 സെന്റിൽ ഒതുങ്ങി നിന്ന മന്നത്താങ്കണ്ടി തറവാട് ആ കൊച്ചു കുടുംബത്തിൻ്റെ അക്ഷയനിധിയും ആദായമാർഗവുമായിരുന്നു. കോങ്ങന്നൂർ ALP സ്കൂൾ, വേളൂർ മാപ്പിള സ്കൂൾ, അത്തോളി ഗവൺമെൻറ് എലിമെൻ്ററി സ്കൂൾ, കൊയിലാണ്ടി ഗവൺമെൻറ് ഹൈസ്കൂൾ, കോഴിക്കോട് സാമൂതിരി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു CHന്റെ വിദ്യാഭ്യാസം. ഇന്റർമീഡിയറ്റ് വരെ പഠിച്ച CHന് തുടർന്ന് പഠിക്കുവാനുള്ള സാമ്പത്തിക സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ വിദ്യാഭ്യാസം ഒരു സ്വപ്നമായി മാറി. എങ്കിലും പിൽക്കാലത്ത് ഏത് വിദ്യാസമ്പന്നനെയും അമ്പരപ്പിക്കുന്ന വിധം ജ്ഞാനിയും തൃഷ്ണാശാലിയുമായി മാറി ആ സ്മര്യപുരുഷൻ. സാമൂഹ്യ സേവനത്തോടുള്ള അടങ്ങാത്ത അഭിവാഞ്ചയും സമുദായത്തിൻ്റെ ശോച്യാവസ്ഥയിലുള്ള കടുത്തു നൊമ്പരവും CH എന്ന യുവാവിനെ കർമ്മപഥത്തിലിറക്കാൻ ധാരാളമായിരുന്നു. മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ആ മഹാനുഭാവൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി ഉയർന്നു. ആത്മാർത്ഥതയും അർപ്പണബോധവും നിഷ്കാമവൃത്തിയും കൈമുതലായുള്ള CH 20 വയസ്സിനകം തന്നെ മികച്ച പ്രസംഗകനെന്ന ഖ്യാതിയും നേടിയെടുത്തു. ഈ രാജ്യത്തെ ഗവൺമെന്റ് നിങ്ങൾക്ക് ചെയ്ത വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുതിയ വാഗ്ദാനങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ട് മതി പുതിയ വാഗ്ദാനങ്ങൾ ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഒരു ആചാര്യയുടെ മഴു കളവ് പോയി. അപ്പൊ ആചാര്യ പറഞ്ഞു, ഈ മഴ കിട്ടിയാൽ ഞാൻ അമ്പലത്തിലേക്ക് ഒരു പൊന്നിന്റെ മഴ കൊടുത്തുകൊള്ളാം. അപ്പൊ ആചാര്യജി പറഞ്ഞു, ആ പൊന്നിന്റെ മഴുവിന്റെ പണം കൊണ്ട് 10-100 ഇരുമ്പിന്റെ മഴ വാങ്ങിക്കൂടെ നമുക്ക് എന്ന് ചോദിച്ചു. നീ ഉണ്ടായിരിക്കടി, ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയാണോ? പോയ വഴിയും കിട്ടിയിട്ട് കൊടുക്കണമെന്നുള്ള കാര്യം പിന്നീട് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. ഇതാണ് സർക്കാർ തലത്തിലുള്ള വാഗ്ദാനങ്ങളുടെ ഗതി. Trust across generations. UAE Exchange, world's trusted money transferer.
ഫാത്തിമ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ആദായ വിലയുടെ അവസാന വാക്ക്. Gemini Building Materials. Large stock store, professional ceiling and partition system in the UAE. Gemini Building Materials, Abu Dhabi. ഇപ്പോൾ നമ്മളെ മലബാറിലൊരു പുതിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫാറൂഖ് കോളേജിൻ്റെ ഉത്ഭവമായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ അലിഗർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഫാറൂഖ് കോളേജിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ പ്രവർത്തനത്തിലും വളരെ പ്രത്യക്ഷമായിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്താൻ ജനാബ് CH മുഹമ്മദ് സാഹിബിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ആ സമയമാകുമ്പോഴേക്കും അദ്ദേഹം ചന്ദ്രയുടെ പത്രാധിപ സമിതിയിൽ എത്തുകയും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുകയും ചെയ്തു. കേരള മുസ്ലിങ്ങളുടെ വാക്കും നാക്കുമായ ചന്ദ്രിക പത്രത്തിന്റെ പത്രാധിപ സമിതിയിൽ ജോലിയിൽ നിയമിതനാകുമ്പോൾ CHന് വയസ്സ് 19 വളരെ കുറഞ്ഞ കാലം കൊണ്ട് പത്രപ്രവർത്തന രംഗത്ത് പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തെ സഹപത്രാധിപരായി ഉയർത്തി. 2 വർഷം പൂർത്തിയാകുമ്പോൾ കേവലം 21ാമത്തെ വയസ്സിൽ CH ചന്ദ്രികയുടെ മുഖ്യപത്രാധിപരായി. 7 ദശാബ്ദം പിന്നിട്ട ചന്ദ്രികയുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചീഫ് എഡിറ്റർ CH തന്നെ. 1949 CH ചന്ദ്രികയുടെ മുഖ്യപത്രാധിപരായി നിയമിതനാവുന്നത്. ഇന്ത്യ വിഭജനം